ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതിനു വേണ്ടി ഒരു 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് സ്കിന്നോട് കൂടിയതാണ്. സ്കിന്ന് ഇഷ്ടമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാം. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കാം എല്ലാ ചിക്കൻ പീസസും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 4 മണിക്കൂർ നമുക്ക് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കോട്ടിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ, അതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കോട്ടിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ചിക്കനൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കോട്ടിംഗ് ചെയ്യാം. ഇനി ഈ ചിക്കൻ പീസ് ഈ പൊടിയുടെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ഓഫ് കോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇത് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നല്ല തണുത്ത വെള്ളം ഒരു ബൗളിൽ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തണുത്ത വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ആ സെയിം പൊടിയുടെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ചിക്കൻ പീസസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും 2 ലെയർ ഓഫ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് ഡീപ്പ് ഫ്രൈക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് കുക്കായി വരും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എപ്പോഴും ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡൊക്കെ കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ വല്ലപ്പോഴും ബ്രോസ്റ്റോ KFC ഒക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈസും മയണൈസോ കെച്ചപ്പോ എന്ത് വേണേലും യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.